Hello everyone, welcome to Island IAS Signet Foundation Daily Newspaper Analysis video. അപ്പോൾ കുറേ നാളായി നമ്മൾ കണ്ടിട്ട് ഒരു ലോങ് ബ്രേക്ക് ഒക്കെ ആയിരുന്നു, ഓണം വെക്കേഷൻസ് ഒക്കെ ആയിരുന്നു. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ ഇന്നലെ റീസ്റ്റാർട്ട് ചെയ്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സെപ്റ്റംബർ 9 ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. നമ്മൾ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ ഹിന്ദു അതുപോലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് ഈ രണ്ട് ന്യൂസ് പേപ്പറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എന്തൊക്കെയാണ് ഇന്നത്തെ ന്യൂസ് എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ദ ഹിന്ദുവിലെ ഒരു ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് ആണ് നോക്കുന്നത്. നമ്മുടെ ഇന്ത്യ ചൈന തമ്മിലുള്ള ഒരു ബോർഡർ ഇഷ്യൂസിനെ കുറിച്ചൊരു ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് വന്നിട്ടുണ്ട്, അത് നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒപ്പീനിയനിൽ നമ്മൾ ഇക്കോളജിക്കൽ ഡിസാസ്റ്റേഴ്സ് ഇൻ നിക്കോബാർ ഐലൻഡ്സ് അതിനെക്കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ ഇറാൻ തമ്മിലുള്ള റിലേഷനെ കുറിച്ചൊരു ഓപ്പഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിനെ കുറിച്ച് അതിൻ്റെ ഹാബിറ്റാറ്റ് റിലേറ്റഡ് ഒരു EIA സ്റ്റഡിയൊക്കെ നടത്താനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുണ്ട്. അതുപോലെ തന്നെ ആധാർ ആസ് ഐഡൻറ്റിറ്റി പ്രൂഫ്, ദെൻ റെഡ് സീ കേബിള്, അതുപോലെ തന്നെ 2-3 പ്രിലിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്സ് ഒക്കെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ന്യൂസിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ന്യൂസിലേക്ക് കടക്കാം. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യ ചൈന നീഡ് ഫോർ എ ബോർഡർ സെറ്റിൽമെൻറ്റ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു US-ൻ്റെ ഇന്ത്യയുമായിട്ടുള്ള താരിഫ് പ്രശ്നങ്ങളൊക്കെ കാരണം ഇന്ത്യ വീണ്ടും എന്താണ് ചൈനയായിട്ട് നല്ലൊരു സ്ട്രോങ് റിലേഷൻഷിപ്പിലോട്ട് വരുവാണ്. അപ്പോൾ നമ്മുടെ ചൈനയുമായിട്ട് നമ്മൾ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ത്യ ചൈന എന്ന് പറയുന്നതൊരു നെയ്ബറിങ് കൺട്രി ആണെന്നറിയാം. ഇന്ത്യയുടെ മുകളിൽ ടിബറ്റ്, നമ്മുടെ അരുണാചൽ പ്രദേശ് റീജിയനിലൊക്കെ ആയിട്ടാണ് ചൈന വരുന്നത്. നമ്മൾ 1950കളിലാണ് നമ്മൾ ചൈനയായിട്ടൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള റിലേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ 1954 നമ്മുടെ പഞ്ച്ഷീൽ കൊണ്ടുവന്നിരുന്നു. ഇന്ത്യ ചൈന റിലേറ്റഡ് റിലേഷൻസിനൊക്കെ വേണ്ടിയിട്ടൊരു പഞ്ച്ഷീൽ കൊണ്ടുവന്നിരുന്നു. ദെൻ നമ്മുടെ പാർട്ടീഷൻ്റെ ടൈമിൽ, അതുപോലെ തന്നെ ബ്രിട്ടീഷുണ്ടായിരുന്ന കൊളോണിയൽ ടൈമിൽ ഇന്ത്യ ചൈനേനെ തിരിച്ചു കൊണ്ടൊരു ബോർഡർ നമ്മുടെ കൊളോണിയൽ ടൈമിൽ വന്നിരുന്നു. അതാണ് നമ്മുടെ മക്മോഹൻ ലൈൻ എന്ന് പറയുന്നത്. മക്മോഹൻ ലൈൻ അല്ലെങ്കിൽ നമ്മുടെ ആക്ച്വൽ ലൈൻ ഓഫ് കൺട്രോൾ, നമ്മുടെ LAC എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻ ബോർഡർ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. അപ്പോൾ അത് കൊളോണിയൽ ടൈമിൽ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ബോർഡറിനെ ആണ് ഇന്ത്യ നമ്മുടെ ഒരു ബോർഡറായിട്ട് കരുതുന്നത്. ബട്ട് നമ്മുടെ ചൈന അതൊരു ബോർഡറായിട്ട് കാണുന്നില്ല. അവർക്ക് നമ്മുടെ അരുണാചൽ പ്രദേശ് റീജിയൻ ഒക്കെ അവർക്ക് വേണം എന്നുള്ളൊരു ഇതിലാണ് അവർ പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ 1962 ഇന്ത്യ ചൈന വാറൊക്കെ ഉണ്ടാവുന്നുണ്ട്, യുദ്ധം ഉണ്ടാവുന്നുണ്ട് ഫോർ അക്സായി ചീൻ. അതുപോലെ തന്നെ നമ്മുടെ അരുണാചൽ പ്രദേശ്, ഇന്ത്യയുടെയും ചൈനയ്ക്കും ഇടയിലുള്ള അക്സായി ചീൻ, അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിൻ്റെ ഒരു ബോർഡർ ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ട് ഇന്ത്യ ചൈന യുദ്ധം വരുന്നുണ്ട് 1962. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ 1970s ഒക്കെ ആവുന്ന സമയത്താണ് ഇന്ത്യ ചൈന തമ്മിലുള്ളൊരു ബോർഡർ ഇഷ്യൂസൊക്കെ കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ദെൻ നമ്മുടെ 1979 നമ്മുടെ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വാജ്പേയി, അദ്ദേഹം ഇന്ത്യ ചൈന ആയിട്ടുള്ള ഈ ബോർഡർ ഇഷ്യൂസൊക്കെ റിസോൾവ് ചെയ്യണം, നല്ലൊരു സ്ട്രോങ് ഒരു റിലേഷൻഷിപ്പ് വേണം എന്നുള്ള രീതിയിൽ അദ്ദേഹം കുറച്ച് എഗ്രിമെൻറ്റുകളൊക്കെ കൊണ്ടുവരാനായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് 1979 ആയപ്പോൾ നമ്മളൊരു സ്ട്രോങ് റിലേഷൻസ് ഒക്കെ ആവുന്നുണ്ട്. ദെൻ അഗെയിൻ 1998 നമ്മൾ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തും. അങ്ങനെ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് അത് ചൈനയ്ക്ക് ഇഷ്ടമാവുന്നില്ല. അങ്ങനെ വീണ്ടും പ്രശ്നംസൊക്കെ ഉണ്ടാവുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ 2003 നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വാജ്പേയി, അദ്ദേഹം ഒരു അപ്പോയിൻറ്റ് സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ്സ്, നമ്മുടെ ഈ പറയുന്ന ബോർഡർ ഇഷ്യൂസ് ഒക്കെ റിസോൾവ് ചെയ്യാനായിട്ട് നമ്മളൊരു സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ്സിനെ അദ്ദേഹം നിയമിക്കുകയാണ്. ഡ്യൂറിങ് ടു വിസിറ്റ് 2023 പ്രൈം മിനിസ്റ്റർ വാജ്പേയി പ്രൊപ്പോസ്ഡ് ദാറ്റ് ടു സൈഡ് നീഡഡ് ടു ഗിവ് എ പൊളിറ്റിക്കൽ പുഷ് ടു ദവർ ബോർഡർ ടോക്സ്. അങ്ങനെ അദ്ദേഹം അപ്പോയിൻറ്റ് ചെയ്യുന്ന നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, അതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിരുന്ന ബ്രജേഷ് മിശ്രനെ ഇന്ത്യയുടെ SR ആയിട്ടും ചൈനയുടെ അപ്പോയിൻറ്റ് ചെയ്തത് ഡൈ ബിങ്കോ ആണ് നമ്മുടെ SR ആയിട്ട്, സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ്സ്, നമ്മുടെ ബോർഡർ ഇഷ്യൂസൊക്കെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അങ്ങനെ ഒരു SR നമ്മൾ ഫോം ചെയ്യുന്നു. ആ ഒരു SR
നല്ല രീതിയിൽ പോയി. നമ്മൾ ബോർഡർ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ഇരുന്നു. ദെൻ 2004 എലക്ഷൻ വന്നു. എലക്ഷനിൽ വാജ്പേയി ലോസ് ചെയ്തു. ആ എലക്ഷനിൽ അദ്ദേഹം ജയിച്ചില്ല. ആ ഒരു SR തന്നെയാണ് നമ്മുടെ ഒരു ബോർഡർ റിലേറ്റഡ് കാര്യങ്ങൾക്ക് നമുക്കൊരു മൈൽ സ്റ്റോൺ ആയിട്ട് നിൽക്കുന്നത്. അദ്ദേഹം പ്രൈം മിനിസ്റ്റർ സ്ഥാനത്ത് നിന്ന് മാറിയെങ്കിലും ആ ഒരു SR നമ്മൾ പിന്തുടർന്ന് പോവുകയായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം കൊടുക്കുന്ന ഒരു സപ്പോർട്ട് ആ ഒരു SRന് കിട്ടിയിട്ടില്ലായിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ 2005 നമ്മളൊരു എഗ്രിമെൻറ്റ് കൊണ്ടുവന്നു. അഗ്രിമെൻറ്റ് ഓഫ് 2005 ഔട്ട്ലൈറ്റിംഗ് ദ പൊളിറ്റിക്കൽ പാരാമീറ്റേഴ്സ് ആൻഡ് എഗ്രീഡ് ഗൈഡ്ലൈൻ ഫോർ ബോർഡർ സെറ്റിൽമെൻറ്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. ഈ പറയുന്ന SR വഴി കൊണ്ടുവന്ന 2005 എഗ്രിമെൻ്റാണ് ഇന്ത്യ ചൈനയുടെ ബോർഡർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കുമായിട്ടൊരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ആ ഒരു ഇതാണ്. പൊളിറ്റിക്കൽ പാരാമീറ്റേഴ്സ് എഗ്രിമെൻറ്റ് സോ ഹാർ ബീൻ ദ ഓൺലി നെഗോഷ്യബിൾ ഡോക്യുമെൻറ്റ് ബിറ്റ്വീൻ ടു സൈഡ്സ് ഓൺ ദെയർ ബൗണ്ടറി ഡിസ്പ്യൂട്ട്. ഇതിനകത്ത് പറയുന്നത് ചൈനയുടെ അക്സൈ ചിൻ എഗ്രി ടു ചൈന റിട്ടൈനിങ് അക്സൈ ചിൻ ഇൻ ലഡാക്ക് വൈൽ ബീജിംഗ് വുഡ് കോൺസിഡർ ദ ഇന്ത്യൻ ക്ലെയിം ഓൺ അരുണാചൽ പ്രദേശ്. അക്സൈ ചിൻ നമ്മൾ ചൈനയ്ക്ക് കൊടുക്കും, അതുപോലെ തന്നെ അരുണാചൽ പ്രദേശ് നമ്മുടെ സ്റ്റേറ്റ് ആയിട്ട് നിലനിൽക്കും എന്നുള്ളൊരു ഉറപ്പ് ചൈനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു. അങ്ങനെ നമ്മൾ 2005 ആ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു. ദെൻ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട്. ആർട്ടിക്കിൾ 2, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 3, 4 അങ്ങനെ കുറച്ച് ആർട്ടിക്കിൾസൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുവരുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ 2007 നമ്മുടെ പ്രണവ് മുഖർജി അദ്ദേഹം നമ്മുടെ എന്താ ചെയ്യുക എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ചൈന വീണ്ടും ഈ പറയുന്ന ബോർഡർ കാര്യങ്ങളൊക്കെ വീണ്ടും അവരതിനകത്ത് അബാൻഡൺ ചെയ്യാനായിട്ട് തുടങ്ങി. ദെൻ അഗെയിൻ ഇന്ത്യ ചൈന തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് വീണ്ടും തുടങ്ങുന്നു, വീണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു. അത് കഴിഞ്ഞ് വീണ്ടും പോകുന്നു. ദെൻ 2017 കുറച്ച് പ്രശ്നങ്ങളുണ്ടായി എന്ന് പറയുന്നത്, അതായത് അദ്ദേഹം ചൈന പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുന്നു. നമ്മുടെ പ്രൈം മിനിസ്റ്ററും ആയിട്ടുള്ള ടോക്ക് മാമല്ലപുരത്തെ ടോക്കിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് അഗെയിൻ 2017 തൊട്ട് നമ്മൾ 2022 വരെ നോക്കുന്നത് ഇന്ത്യ ചൈന തമ്മിൽ കുറേ ക്ലാഷസ് ഉണ്ടായിരുന്നു. ഈ ബോർഡർ ഇഷ്യൂസ് തമ്മിലുള്ള ക്ലാഷസ് ആയിരുന്നു. നമ്മുടെ 2017 ഡോക്ലാമിൽ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ 2020 നമ്മുടെ ഗാൽവൻ ഇഷ്യൂ ഉണ്ടാവുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് 2022 നമ്മുടെ യങ്സെ ക്ലാഷ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് നമ്മുടെ SR തന്നെയാണ് നമ്മുടെ ഒരു ബോർഡർ റിലേറ്റഡ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ദെൻ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് വീണ്ടും ഇന്ത്യ ചൈന എന്താണ് നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് വരാനാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബോർഡർ ഡിസ്പ്യൂട്ട്സ് ഒക്കെ നമ്മൾ മാറ്റണം. ദെൻ നമ്മുടെ ലാസ്റ്റ് മിനിസ്ട്രിയൽ മീറ്റിംഗ് ഒക്കെ നടന്നത് വെച്ചിട്ട് നമ്മൾ നല്ലൊരു സ്ട്രോങ് അലയായിട്ട് പോകാനായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഇന്ത്യ ചൈനയിലുള്ള ബോർഡർ ഡിസ്പ്യൂട്ട്സ് ഒക്കെ കുറച്ച് നല്ല രീതിയിൽ നമ്മൾ വീണ്ടും നല്ലൊരു ഫ്രണ്ട്ലി നേഷനായിട്ട് പോകണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ദെൻ ഇതാണ് നമ്മുടെ ഈ ഒരു ന്യൂസ് ആർട്ടിക്കിളിൽ നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഇന്നലത്തെ ഹിന്ദുവിൽ വന്നിട്ടുള്ളൊരു ഒപ്പീനിയനാണ് അബൌട്ട് എക്കോളജിക്കൽ ഡിസാസ്റ്റർ ഇൻ നിക്കോബാർ. ഇതും മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ദ ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്റ്റിനെ കുറിച്ച് 2 ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ സോണിയാഗാന്ധി പറഞ്ഞിട്ടുള്ള ഒരു ഒപ്പീനിയനാണ്. അതായത് നമ്മൾ ഏതൊരു പ്രൊജക്റ്റ് ഉണ്ടാവുന്ന സമയത്തും നമ്മൾ എന്ത് കാര്യത്തിനും അതിൻ്റെ പോസിറ്റീവ് സൈഡും നമ്മൾ നെഗറ്റീവ് സൈഡുകളും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവരെന്ന് പറയുന്ന ഓപ്പോസിഷനിലിരിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊജക്റ്റിൻ്റെ നെഗറ്റീവ് സൈഡുകൾ നല്ല രീതിയിൽ ഇവർ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ നമുക്കൊരു മെയിൻസ് ആൻസർ എഴുതുന്ന സമയത്ത് നമ്മൾ പോസിറ്റീവ് സൈഡുകൾ മാത്രമല്ല നമുക്ക് ആ നെഗറ്റീവ് സൈഡ് കൂടി നമുക്ക് കാണിക്കാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലൊക്കെ ക്രിട്ടിസൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്റ്റ് എന്താണെന്ന് പറഞ്ഞിരുന്നു. അതായത് ആൻഡമാനിൽ ഒരു പോർട്ട്, അതുപോലെ തന്നെ അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. നമ്മൾ ആ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് മെഗാ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റാണ്. ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൽ കൊണ്ടുവരുന്ന ഒരു മെഗാ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റാണ് ഈ ഒരു പ്രൊജക്റ്റ്. ഇത് വരുന്ന സമയത്ത് ഇത് അഫക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് മെയിൻലി ട്രൈബൽസിനാണ്.
ഈ ആൻഡമാൻ നിക്കോബാർ ഈ ഒരു ഏരിയയിൽ 2 ട്രൈബുകളാണ് മെയിൻലി വരുന്നത്. ദ നിക്കോബാറീസ് ട്രൈബ്, അതുപോലെ തന്നെ ഷൊംപെൻ ട്രൈബ് എന്ന് പറയുന്ന പർട്ടിക്കുലർലി വൾണറബിൾ ആയിട്ടുള്ള PVTS ആണ് ഈ 2 ട്രൈബുകളും. അപ്പോൾ ഈ 2 ട്രൈബിനെയാണ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു നിക്കോബാറി ട്രൈബ് എന്ന് പറയുന്നത് അവർ 2004 സുനാമിയൊക്കെ വന്നപ്പോൾ വളരെയധികം അഫക്റ്റ് ചെയ്തിട്ട് ഒരു ട്രൈബൽ ഏരിയാസ് ആണ്. അപ്പോൾ അവർ തിരിച്ച് ആ ഒരു ഏരിയയിലേക്ക് വീണ്ടും നിക്കോബാറിലേക്ക് വരാനൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരുന്ന സമയത്ത് അവരുടെ ഒരു ആഗ്രഹമാണ് തിരിച്ച് അവരുടെ ഹോംലാൻഡിലേക്ക് വരാ എന്നുള്ളതും ഒക്കെ. അത് നശിച്ചു പോകും എന്നാണ് അവർ ഇതിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ പ്രൊജക്റ്റ് വരുന്നത് കൊണ്ട് ട്രൈബൽസിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നത് ഈ പറയുന്ന ഒരു ട്രൈബൽ ഏരിയാസിന്റെ അവരുടെ ഒരു സമ്മതം ഒന്നും കൃത്യമായിട്ട് വാങ്ങിയിട്ടല്ല എന്നുള്ളത്. അപ്പോൾ ആ കാര്യം തന്നെ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ ആർട്ടിക്കിൾ 338A പ്രകാരം പറയുന്നുണ്ട്, നമ്മളിതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടിയിട്ട് നമ്മളൊരു നാഷണൽ കമ്മീഷൻ ഉണ്ട്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുന്നൊരു കമ്മീഷൻ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം നമ്മളിങ്ങനെ ഒരു ട്രൈബൽ ഏരിയാസിലൊക്കെയാണ് നടത്തുന്നതെങ്കിൽ നമ്മൾ ഈ പറയുന്ന ട്രൈബൽസിൻ്റെ അനുമതി വാങ്ങേണ്ടതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബട്ട് ആ ഒരു അനുമതി അവരുടെ അടുത്തുനിന്ന് കൃത്യമായി വാങ്ങിയിട്ടില്ല എന്നാണ് നമ്മൾ കഴിഞ്ഞൊരു ന്യൂസിൽ പറഞ്ഞിരുന്നത്. കാരണം അങ്ങനെ ഒരു അനുമതി വാങ്ങാനായിട്ട് അവിടുത്തെ ആ ഏരിയയിലെ ആളുകൾ തമ്മിലൊരു ഗ്രാമസഭ വിരിക്കണം, അതുപോലെ തന്നെ അവർ പെർമിഷൻ കൊടുക്കണം. അതൊന്നും ഈ പറയുന്ന നിക്കോബാർ ലെജിസ്ലേഷൻ ചെയ്തിട്ടില്ല. അവരവരുടെ ഇഷ്ടപ്രകാരം അനുമതി നൽകി എന്നുള്ള രീതിയിൽ കൊടുക്കുകയായിരുന്നു. ദെൻ അങ്ങനെ വരുന്ന കാര്യങ്ങളാണ് ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത്. അതായത് ട്രൈബൽ ഏരിയയുടെ ഇഷ്യൂ ആണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ അബൌട്ട് നമ്മൾ കുറേ അധികം ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് ട്രീസ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഡീഫോറസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മരങ്ങളൊക്കെ വെട്ടി നിരത്തുവാണല്ലോ. അപ്പോൾ ഡീഫോറസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് അതിന് എങ്ങനെ മറികടക്കാമെന്ന് വരുന്ന കാര്യമാണ് അഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്, കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ. അപ്പോൾ ഇങ്ങനെ ആൻഡമാനിലെ ട്രീസൊക്കെ കട്ട് ചെയ്യുന്നത് കൊണ്ട് വേറൊരു സ്ഥലത്ത് നമ്മൾ കുറച്ച് അഫോറസ്റ്റേഷൻ പ്രോഗ്രാം, ചെടികളൊക്കെ ട്രീസ് വെച്ച് പിടിപ്പിക്കാനായിട്ട് പോവാണ്. അതിൻ്റെ ഒരു ഇഷ്യൂ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഈ 8.5 lakh ട്രീസ് ആണ് അവിടെ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്. അതെന്ന് പറയുന്ന മെയിൻലി നമ്മുടെ ഗ്ലോബലി ഉള്ള യൂണീക്ക് ആയിട്ടുള്ള റെയിൻ ഫോറസ്റ്റ് എക്കോസിസ്റ്റം ഉള്ള ഒരു ഏരിയ ആണ് ഇത് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ദെൻ ഇത് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എവിടെയാണ്? ഹരിയാനയിലാണ് ഈ പറയുന്ന പ്രോജക്റ്റ് അഫോറസ്റ്റേഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ആൻഡമാനിൽ ചെടികൾ ട്രീസ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അഫോറസ്റ്റേഷൻ ചെയ്യാൻ പോകുന്നത് ഹരിയാനയിലാണ്. അപ്പോൾ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നെ വളരെയധികം വലുതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് അത് അത്ര വലിയ എഫക്റ്റീവ് ആയിരിക്കില്ല. അത് എക്കോളജിക്കലി ഫ്രജൈൽ ആയിട്ടുള്ള ഏരിയനെ നല്ല രീതിയിൽ നശിപ്പിക്കുകയുള്ളൂ എന്നാണ് നമ്മുടെ സോണിയാഗാന്ധി ഇവിടെ പറയുന്നത്. ദെൻ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത് നമ്മുടെ കോസ്റ്റൽ ഏരിയയിലുള്ള ഡെവലപ്മെൻറ്റ്സുകളൊക്കെ കോസ്റ്റൽ റെഗുലേഷൻ സോൺ എന്ന് പറയുന്ന CRZ പ്രകാരം റെഗുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ ഓർഡേഴ്സ് ഒന്നും ഇതിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് നോക്കിയിട്ടില്ല എന്നും ഇതിനെ കുറിച്ച് ശ്രീമതി സോണിയാഗാന്ധി പറയുന്നുണ്ട്. ദെൻ നമ്മുടെ ലോങ് ടൈൽഡ് മക്കാക്ക് എന്ന് പറയുന്ന ഒരു മങ്കി സ്പീഷീസ് ഉണ്ട്, സിംഹവാലൻ കുരങ്ങ്. അപ്പോൾ ആ ഒരു സ്പീഷീസും ഇവിടെ നല്ല രീതിയിൽ ത്രട്ടൺ ആവുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ദെൻ ഈ പറയുന്ന ഒരു ഏരിയ, ഈ പോർട്ട് വരാനായിട്ട് പോകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സീസ്മിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. അതുകൊണ്ട് അവിടെ എപ്പോഴും എർത്ത് കേക്സ് ഒക്കെ ഉണ്ടാവുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനൊരു പ്രൊജക്റ്റ് അവിടെ വന്നു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ഒരു എർത്ത് കേക്ക് ഉണ്ടാവാനും അതിനൊരു സുനാമിയോ അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റേഴ്സിലേക്ക് വരാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെയാണ് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം ഈ ഒരു ഇതിനകത്ത് ഒപ്പിട്ടിൽ പറയുന്നത്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ലീഡിങ് ആയിട്ടുള്ള ആർട്ടിക്കിൾ വരുന്നത് ഇന്ത്യ ആൻഡ് ഇറാൻ ആൻഡ് ഇന്ത്യ ആൻഷ്യൻ സിവിലൈസേഷൻ ആൻഡ് ന്യൂ ഹൊറൈസൺസിനെ കുറിച്ച് റിപ്പബ്ലിക് ഓഫ് ഇറാൻ്റെ അംബാസഡർ ആയിട്ടുള്ള മിസ്റ്റർ ഇറാനി ഇലൈ പറഞ്ഞിട്ടുള്ളൊരു ഒപ്പീനിയനാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോകം ഇപ്പോൾ വളരെയധികം ചേഞ്ചിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെ ട്രാൻസിഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ അതിനെ നമ്മൾ ടൈം ഓഫ് ട്രാൻസിഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിനെ പറയാം. അല്ലെങ്കിൽ അതേഴ്സ് പറയുന്നത് പോലെ ക്രൈസിസ് ഓഫ് വേൾഡ് ലെഡ് ഇന്റർനാഷണൽ ഓർഡറിൽ ക്രൈസിസ് ഒക്കെ നടക്കുന്ന ഒരു സമയവും ആണ്. അപ്പം നമ്മളിപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രീതിയിലുള്ള വയലേഷൻസ് ആണ്. ഇന്റർനാഷണൽ ലോസ് വയലേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ അൺചെക്ഡ് ആയിട്ടുള്ള യൂസ് ആയിട്ട് ഫോഴ്സസിനെ ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ ട്രേഡ് വാറുകൾ, അതുപോലെ തന്നെ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെതിരെയുള്ള ഡിസ്റിഗാർഡ്, അതുപോലെ തന്നെ മാനിപ്പുലേഷൻ ഓഫ് മീഡിയ, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് ഡിസ്ട്രക്ഷൻ, അങ്ങനെ പല രീതിയിലായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ കണ്ടു വരുവാണ്. അതുപോലെ തന്നെ ഒരു സൈഡിൽ US എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു മോണോപോളിനെ തന്നെ കാണാനായിട്ട് പറ്റും. കാരണം ഈ ഒരു താരിഫ് ഇതൊക്കെ കൊണ്ടുവന്ന് മറ്റുള്ളവരെ ത്രട്ടൺ ചെയ്യുക, അതുപോലെ തന്നെ ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റം, മോണോപോളി ഓവർ സയൻസ് ആൻഡ് ടെക്നോളജി, ഇമ്പോസിഷൻ ഓഫ് സോ കോൾഡ് ഹ്യൂമൻ റൈറ്റ്സ് സ്റ്റാൻഡേർഡ്സ്, കൺട്രോൾ ഓഫ് ഗ്ലോബൽ മീഡിയ, ലൂസിങ് ഇസ് ഇഫക്റ്റീവ്നെസ്, അങ്ങനെയൊക്കെ ഉള്ളതൊരു മറ്റൊരു സൈഡിൽ. അപ്പം അങ്ങനെ ലോകത്തിൽ മൊത്തത്തിൽ എന്താണ് പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് ഈ ഒരു ഇതിനൊക്കെ മറികടക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഗ്ലോബൽ സൗത്ത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്നത് മെയിൻലി ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇന്ത്യ, ഇറാൻ, ഈ 2 കൺട്രീസിനെ കുറിച്ചാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. അപ്പോൾ ഇറാൻ ആൻഡ് ഇന്ത്യനെ കുറിച്ച് പറയുന്നതെന്ന് പറയുന്ന ഒരു ആൻഷ്യൻ സിവിലൈസേഷൻ ടൈമിലായിട്ടുള്ള ഒരു കൺട്രിയാണ്. പണ്ട് തൊട്ടേ നമ്മുടെ റൂട്ടും ഇറാൻ്റെയും നോക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെയധികം പഴക്കമുള്ള ഒരു സിവിലൈസേഷനാണ്. അതിനകത്ത് നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ എങ്ങനെ മറികടക്കണം, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഈ 2 കൺട്രിയുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അതായത് നമ്മൾ ഇറാൻ ആൻഡ് ഇന്ത്യ എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ഓൾഡസ്റ്റ് അതുപോലെ തന്നെ റിച്ചസ്റ്റ് ആയിട്ടുള്ള സിവിലൈസേഷനാണ്. നമ്മളൊരു സെഞ്ച്വറീസ് എടുത്ത് ഷേപ്പ് ചെയ്തിട്ടുള്ള കൾച്ചറാണ് നമ്മുടെ സിവിലൈസേഷൻ. അല്ലെങ്കിൽ ഇറാൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് അവരെപ്പോഴും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് എന്താണ്? നമ്മൾ ഹൈലൈറ്റ് ചെയ്തത് പീസ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ യുദ്ധങ്ങൾ മാക്സിമം എന്താണ് അവോയ്ഡ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഫൈറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം തന്നെ നമ്മുടെ ഡിഫെൻസിനും അതുപോലെ തന്നെ അഗ്രഷനെതിരെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? യുദ്ധം ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനത്തെയുള്ള കാര്യങ്ങൾ നമ്മുടെ ആ ഒരു ട്രഷർ ഈ ഗ്ലോബൽ ആളുകൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ് അദ്ദേഹം പറയുന്നത്. When defeated militarily, their cultural influence was so profound that they reshaped the conquerors, imparting their knowledge of statecraft, governance, literature, philosophy, art and culture to them. അതുപോലെ തന്നെ ആഫ്റ്റർ ഇറാനിയൻ സിവിലൈസേഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇസ്ലാമിക് ഇതൊക്കെ വന്ന സമയത്ത്. ബട്ട് ഇന്ത്യയുടെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ എപ്പോഴും അവരുടെ വാല്യൂസിന് എന്താണ് ചെയ്യുന്നത്? ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ബിലീഫ് ഇൻ ദ അൾട്ടിമേറ്റ് ട്രിംബ് ഓഫ് ഗുഡ് ഓവർ എവിൽ, റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി, അതുപോലെ തന്നെ പേഴ്സ്യൂട്ട് ഓഫ് ഇന്നർ പ്യൂരിഫിക്കേഷൻ ആൻഡ് സ്പിരിച്വൽ ഗ്രോത്തിനൊക്കെ ഇന്ത്യ എപ്പോഴും ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ മോഡേൺ ഹിസ്റ്ററിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ആൻറ്റി കൊളോണിയൽ സ്ട്രഗിളിൻ്റെ ടൈമിലാണെങ്കിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു എതിർത്ത് നിൽപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നോൺ അലൈൻ മൂവ്മെൻറ്റ്സ് ആയിരുന്നു, പീസ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു, അതായത് നിരാഹാരങ്ങളായിരുന്നു. ദെൻ എന്താണ്? ഡിഫെൻഡഡ് റൈറ്റ്സ് ഓഫ് ഗ്ലോബൽ സൗത്ത്. അതുപോലെ തന്നെ ഇറാൻ്റെ കാര്യത്തിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാനിൽ എന്താണ്? നാഷണലൈസേഷൻ ഓഫ് ഓയിൽ ഇൻഡസ്ട്രീസ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇസ്ലാമിക് റെവല്യൂഷൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ വെസ്റ്റേൺ ഡിനോമിനേഷനൊക്കെ എന്താണ്? റെസിസ്റ്റ് ചെയ്തുള്ളതാണ്. അതായത് ഇന്ത്യയും ഇറാൻ എന്ന് പറയുന്ന ഈ 2 കൺട്രിയും ഇൻഡിപെൻഡൻസ് നേടിയത് എപ്പോഴും എങ്ങനെയാണ്? പീസ് ആയിട്ടുള്ള വഴി കൂടെയാണ്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ എന്താണ് ഇന്നത്തെ ലോകങ്ങൾ കണ്ടുപഠിക്കേണ്ടത് ആണ് എന്നാണ് നമ്മുടെ ഈ ഇറാൻ അംബാസിഡർ പറയുന്നത്. Independence has come at a price. For decades, Iran has endured economic terrorism. ഇറാനിൽ എക്കണോമിക് ടെററിസം ഉണ്ടായിരുന്നു, കോൺസ്റ്റിറ്റ്യൂട്ടീവ് വാർഫെയർസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യയും ഇതുപോലെ തന്നെ കുറേ പ്രഷേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഒരിക്കലും ഈ 2 രാജ്യങ്ങൾ എന്താണ്? neither nations have sacrificed its identity or independence to the ambitions of dominant powers. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോഴൊന്നും തന്നെ നമ്മൾ ഈ പറഞ്ഞ US-ൻ്റെയോ അല്ലെങ്കിൽ വലിയ ആയിട്ടുള്ള ഡൊമിനൻ്റ് പവേഴ്സിൻ്റെ ആഗ്രഹങ്ങൾക്ക് ഒത്തുവഴങ്ങി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ഇന്ത്യനെയും ഇറാനെയും കണ്ട് മറ്റു രാജ്യങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ എന്താണ്? ബ്രിക്സ് തുടങ്ങിയ ഇന്ത്യയും ഇവരുമുള്ള ഒരു ഗ്രൂപ്പിംഗ് ആണ് ബ്രിക്സ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡർ INSTC അതൊക്കെ കൂടുതൽ സ്ട്രോങ് ആക്കണം. ദെൻ പലസ്തീൻ ഇഷ്യൂ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ പറയുന്ന ഗ്ലോബൽ സൗത്ത് നേരിടുന്ന ഒരു ത്രെട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഡിപ്ലോമസി ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ
ഇന്ത്യയും ഇറാനും കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ 3 ലീഡ് ആർട്ടിക്കിൾസ് നമ്മുടെ കഴിഞ്ഞു. ദെൻ നമ്മൾ നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത് EIA സ്റ്റഡി. നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുന്ന ഒരു ബേർഡ് സ്പീഷീസ് ഉണ്ട്. നമ്മുടെ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ബേർഡ് സ്പീഷീസ് ആണ്. ഇത് മെയിൻലി കാണപ്പെടുന്നത് രാജസ്ഥാൻ, അതുപോലെ തന്നെ ദെൻ നമ്മുടെ മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക. ബട്ട് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ കച്ച് ഏരിയ, അതുപോലെ തന്നെ ഡിസേർട്ട് നാഷണൽ പാർക്ക്, ഈ ഒരു സ്ഥലങ്ങളിലാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് കാണുന്നത്. ഇത് നമ്മുടെ IUCN റെഡ് ലിസ്റ്റ് പ്രകാരം ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഒരു ബേർഡ് സ്പീഷീസ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഏറ്റവും ഇന്ത്യയിലെ തന്നെ ഹെവിയസ്റ്റ് ആയിട്ടുള്ള ഫ്ലൈയിങ് ബേർഡ് ആണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിന്റെ ഒരു ഏരിയ ആണ് ജയ്സാൽമർ, രാജസ്ഥാൻ എന്ന് പറയുന്നത്. ഈ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിന്റെ ഈ ഒരു ഏരിയയിൽ ഒരു ഫോസ്ഫേറ്റ് മൈൻ തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോസ്ഫേറ്റ് മൈൻ തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ഒരു EIA എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നടത്തണമെന്നും എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റി പറഞ്ഞു. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു ന്യൂസ് വന്നിരിക്കുന്നത്. അപ്പോൾ EIA എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനായിട്ടുള്ളത് റോക്ക് ഫോസ്ഫേറ്റ് മൈൻ ആണ് അവിടെ വരുന്നത്. റോക്ക് ഫോസ്ഫേറ്റ് മൈൻ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഫോർ ഫോസ്ഫേറ്റ് ഫെർട്ടിലൈസേഴ്സ് ഡെവലപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റോക്ക് ഫോസ്ഫേറ്റ് മൈൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ EIA അഥവാ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് നമ്മൾ നടത്തുന്നത് നമ്മുടെ ഈ പറയുന്ന നാഷണൽ പാർക്ക് ഏരിയ അല്ലെങ്കിൽ എൻവയോൺമെന്റലി ഫ്രജൈൽ ആയിട്ടുള്ള, എൻവയോൺമെന്റലി അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഈ പറയുന്ന മൈനിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് നമ്മൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു EIA നടത്തണം. അതായത് ആ ഒരു പ്രൊജക്റ്റ് വരുന്ന സമയത്ത് അവിടുത്തെ ആ ഒരു എൻവയോൺമെന്റിന് ഏതൊക്കെ തരത്തിലുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാവുന്നുണ്ട് എന്ന് നമ്മൾ ആക്സസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദിസ് ഇൻവോൾവ്സ് സ്റ്റഡിയിങ് വേരിയസ് എൻവയോൺമെന്റൽ പാരാമീറ്റേഴ്സ് ആൻഡ് പ്രൊജക്ട് പൊട്ടൻഷ്യൽ ഇമ്പാക്റ്റ് ഓൺ എയർ, വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ, എക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ്. നമ്മുടെ ആ ഒരു EIA നടത്തിയിട്ട് ഈ ഒരു പ്രൊജക്റ്റ് ഏതൊക്കെ രീതിയിൽ അവിടുത്തെ എയർ, വാട്ടർ, വൈൽഡ് ലൈഫ്, ബയോഡൈവേഴ്സിറ്റി ഇതിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് നോക്കണം. ഇത് നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രപ്പോസൽ മുൻപോട്ട് കൊണ്ടുപോകണമോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് EIA നടത്തിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിൻ്റെ മെയിൻ ഏരിയ ആയിട്ടുള്ള ജയ്സാൽമറിലാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു EIA നടത്തണമെന്നാണ് അപ്രൈസൽ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മളിവിടെ ന്യൂസിൽ വന്നിരിക്കുന്നത്. ഈ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്പീഷീസ് ആണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ വരാറുണ്ട്. ഒരു 2 months മുമ്പ് ന്യൂസിൽ വന്നിരുന്നു. അത് വന്നിരുന്നത് ഈ ഒരു ഇഷ്യൂ ആയിരുന്നു, പവർ ലൈൻസ് ആൻഡ് അതർ ഡെവലപ്മെൻറ്റ്. ഈ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുന്ന സ്പീഷീസിന് കാഴ്ച കുറവാണ്, കാഴ്ചയില്ലാത്തൊരു ബേർഡ് സ്പീഷീസ് ആണ്, വളരെ കുറവാണ്. അപ്പോൾ അവർ ഈ പറയുന്ന സമയത്ത് പറക്കുന്ന സമയത്തൊക്കെ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പവർ ലൈൻസ്, ഗ്രിഡ്, നമ്മുടെ ഇലക്ട്രിക്കൽ ലൈൻസിലൊക്കെ വന്ന് വീഴാനും ഇവർ കുറേ നശിച്ചു പോകാനായിട്ടൊക്കെ കാരണമാകുന്നുണ്ട്. അവരുടെ ത്രെഡ്സ്, ഈ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിൻ്റെ വംശനാശം വരുന്നത് ഒന്ന് ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ, ഫ്രാഗ്മെൻറ്റേഷൻ, കൺവേർഷൻ ഓഫ് ഗ്രാസ് ലാൻഡ്, ഓവർ ഗ്രേസിങ്, ഹണ്ടിങ്, പോച്ചിങ് ഒക്കെയാണ്. ദെൻ അതർ എന്ന് പറയുന്നത് പവർ ലൈൻസ് ഒക്കെയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിനെ കുറിച്ച് നോക്കാനായിട്ടുള്ളത്. പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്പീഷീസ് ആണ്. ദെൻ ആധാർ ആസ് ആൻ ഐഡൻറ്റിറ്റി പ്രൂഫ്. ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഒരിക്കലും പറഞ്ഞിരുന്ന കാര്യം തന്നെയാണ്. അതായത് നമ്മുടെ സുപ്രീം കോടതി എന്താണ് ഈ ആധാറിനെ നമ്മുടെ ഒരു പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ബീഹാറിൽ SIR നടത്തുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ ആളുകൾക്ക് ആധാർ എന്താണ് അവരുടെ ഒരു പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ആ ഒരു പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ആയിട്ട് ആധാർ വെച്ചിട്ട് ഇവർക്ക് SIRനെതിരെ അവരുടെ പേരൊക്കെ കട്ട് ചെയ്ത് കളയുന്നതിനെതിരെ അവർക്ക് ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി Monday directed Election Commission to include Aadhaar as 12th indicative document that those seek inclusion or exclusion of names on the electoral rolls of Bihar could file a proof of identity during special intensive revision. അതായത് അവരുടെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ആണ്, ഒരിക്കലും പ്രൂഫ് ഓഫ് സിറ്റിസൺഷിപ്പ് ആണ് ആധാർ എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല.
Apart from passport and birth certificate, none of the remaining 9 of the 11 document you have listed for SIR are conclusive proof of citizenship. അതായത് നമ്മുടെ ആധാർ കാർഡ് ഒരിക്കലും സിറ്റിസൺഷിപ്പ് ഡോക്യുമെൻ്റ് അല്ല, അതെന്ന് പറയുന്നത് വെറും പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി മാത്രമാണെന്നും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു SIR നടക്കുന്ന സമയത്ത് അവരുടെ പ്രൂഫ് ഓഫ് അഡ്രസ്സായിട്ട് ഈ പറയുന്ന ആധാർ ഉപയോഗിക്കാം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Bench of Justice Suryakant and Joy Mallya Bangchi clarified that the use of Aadhaar would strictly be as a proof of identity and not as an evidence of Indian citizenship. അപ്പോൾ ആ ഒരു ന്യൂസാണ് വന്നിരിക്കുന്നത്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ന്യൂസ് ഈസ് അബൌട്ട് റെഡ് സീ കേബിൾ. നമ്മുടെ റെഡ് സീ ഉണ്ടല്ലോ, ഈ കാണുന്ന ഒരു ഏരിയ ആണ് റെഡ് സീ എന്ന് പറയുന്നത്. നമ്മുടെ ആഫ്രിക്കൻ റീജിയനാണ് ഈ കാണുന്നത്. ഈജിപ്റ്റ്, സുഡാൻ, അതുപോലെ തന്നെ എറിട്രിയ, ദെൻ ഡിസേർട്ട്, ഈ പറയുന്ന ഏരിയയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ അറേബ്യൻ പെനിൻസുലയ്ക്കും ഇടയിൽ വരുന്ന സീ ആണ് റെഡ് സീ എന്ന് പറയുന്നത്, ഈ ഒരു ഏരിയ. അപ്പോൾ ഈ റെഡ് സീ കൂടെയാണ് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് പോകുന്നത്. ഈ കേബിൾസിലാണ് നമ്മുടെ ഇൻ്റർനെറ്റ് അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റാസൊക്കെ നല്ല രീതിയിൽ പോകുന്ന ആ ഒരു ഒപ്റ്റിക്കൽ കേബിൾ ഉണ്ട്. അപ്പോൾ ആ കേബിൾ എന്തായി, കട്ടായി. ആ കേബിൾ കട്ടായ സമയത്ത് നമുക്ക് ഇന്ത്യ അതുപോലെ തന്നെ യൂറോപ്പിലൊക്കെ നെറ്റ്വർക്ക് നല്ല രീതിയിൽ ഇഷ്യൂസ് വന്നിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ഒരു ന്യൂസ് വന്നിരിക്കുന്നത്. നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ഏരിയയിലാണ് ഈ ഒരു ന്യൂസ് വരുന്നത്. ദെൻ നമ്മുടെ കട്ട്സ് ടു അണ്ടർസീ കേബിൾ സിസ്റ്റം SEA-MEWE-4 ആൻഡ് IMEWE in the Red Sea which connect India to West Asia and Europe. Undersea cables are essential part of global internet infrastructure forming backbone of network around the world. Then latency എന്ന് പറയുന്ന ഒരു ടേമിനെ കുറിച്ച് പറയുന്നുണ്ട്. is a measure of how long a data packet take to make a round trip between 2 points. അതായത് നമ്മൾ ഇൻ്റർനെറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സാധനം സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെക്കുറിച്ചുള്ള റിസൾട്ട് കിട്ടുമല്ലോ. അപ്പോൾ അത് നമുക്ക് എത്ര സ്പീഡിൽ കിട്ടുന്നോ അതിനെയാണ് നമ്മളതിൻ്റെ ലാറ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാര്യമാണ് നമുക്ക് ഈ ഒരു ന്യൂസിൽ നോക്കാനായിട്ട് ഉള്ളത്. ദെൻ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ പ്രിലിംസ് റിലേറ്റഡ് ആയിട്ടുള്ള 2 ചെറിയ ടോപ്പിക്കുകളാണ്. ഇത് നമ്മുടെ ഷോട്ട് അഗെയിൻസ്റ്റ് ട്യൂമർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുള്ളൊരു എഡിറ്റോറിയലാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് നമ്മളൊരു ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു ന്യൂസ് കേട്ടിരുന്നു. അതായത് നമ്മുടെ റഷ്യ നമ്മുടെ ക്യാൻസറിനെതിരെ അതുപോലെ തന്നെ ട്യൂമറിനെതിരായിട്ടൊരു വാക്സിൻ ഡെവലപ്പ് ചെയ്തു എന്നുള്ളൊരിത്. ആ ഒരു വാക്സിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതൊരു mRNA വാക്സിനാണ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വാക്സിൻ്റെ പേരെന്ന് പറയുന്നത് എൻട്രോമിക്സ് എന്നാണ്. എൻട്രോമിക്സ് എന്ന് പറയുന്ന വാക്സിനാണ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. mRNA വാക്സിനാണ് എൻട്രോമിക്സ് എന്ന് പറയുന്നത്. ദെൻ ഇത് 100% ഷോസ് 100% എഫിക്കസി ഇൻ ക്ലിനിക്കൽ ട്രയൽസ്. അപ്പോൾ ആ ഒരു ഇതിനെക്കുറിച്ച് വന്നിട്ടുള്ളൊരു ന്യൂസാണ്. അതായത് എഡിറ്റോറിയലിൽ പറയുന്നത് ഇതിൻ്റെ എതിരായിട്ടുള്ള ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 50 പേരിലൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ക്ലിനിക്കലി എത്രമാത്രം ശരിയാണ് കാര്യങ്ങളൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം നമ്മളൊരു വാക്സിൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കുറേ ടൈം എടുക്കും. കാരണം അത് ഓരോന്നും ക്ലിനിക്കലി ടെസ്റ്റ് ചെയ്ത് നമ്മളത് സക്സസ്ഫുൾ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് എല്ലാം ചെയ്ത് തീരുന്നതിന് മുമ്പ് ഇത് സക്സസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റില്ല എന്നാണ് US പോലെയുള്ള കൺട്രികൾ പറയുന്നത്. അതാണ് നമ്മൾ എഡിറ്റോറിയലിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബട്ട് നമുക്ക് ഇവിടെ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാക്സിൻ എന്താണ്, എൻട്രോമിക്സ് എന്ന് പറയുന്ന വാക്സിനാണ് ക്യാൻസറിനെതിരെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് മെയിൻലി ഫോർ കോളോറെക്ടൽ ക്യാൻസറിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു mRNA വാക്സിനാണ്. ദെൻ നമ്മളിപ്പോൾ സ്കിൻ ക്യാൻസർ അതുപോലെ തന്നെ ബ്രെയിൻ ക്യാൻസറിനെതിരെയായിട്ടുള്ള വാക്സിൻസ് ഒക്കെ ഓൺ ഗോയിങ് ആണ് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ദെൻ ഇതിനകത്ത് ഇവിടെ വന്നിരിക്കുന്നത് ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നത്, നല്ലൊരു പിക്ചർ കണ്ടില്ലേ, നമ്മുടെ വെബ് സ്പേസ് ടെലിസ്കോപ്പ് എടുത്ത ഒരു ഫോട്ടോ ആണ്. The Webb Space Telescope captured stars forming in clouds of dust and gas in star forming region called PSMS 24 ഏരിയയിൽ. അതായത് സ്റ്റാർ ഫോം ചെയ്യുന്ന ഏരിയയിൽ എങ്ങനെയാണ് സ്റ്റാർസ് ഒക്കെ ഫോം ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയുള്ള ടെലിസ്കോപ്പുകൾ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ടുള്ളൊരു ടെലിസ്കോപ്പാണ് വെബ് സ്പേസ് ടെലിസ്കോപ്പ്. അത് എടുത്തിട്ടുള്ളൊരു പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ നമ്മുടെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ദെൻ എന്തൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് നമ്മൾ ഇന്ത്യ ചൈന ബോർഡർ ഇഷ്യൂസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മുടെ ബോർഡർ ഇഷ്യൂസ് എന്തൊക്കെയായിരുന്നു, നമ്മൾ അത് എന്താണ് മറികടക്കേണ്ടതായിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള SRനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഫസ്റ്റത്തേൽ ഡിസ്കസ് ചെയ്തത്. ദെൻ സെക്കൻഡ് നമ്മൾ നമ്മുടെ ആൻഡമാൻ നിക്കോബാറിലെ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് സൈഡിനെ കുറിച്ച് നമ്മുടെ സോണിയാഗാന്ധി പറഞ്ഞിട്ടുള്ളൊരു ഒപ്പഡാണ് നമ്മൾ രണ്ടാമത് ഡിസ്കസ് ചെയ്തത്. ദെൻ തേർഡ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇറാൻ ഇന്ത്യ ആൻഷ്യൻ സിവിലൈസേഷനാണ്, വേൾഡിൽ തന്നെ ഓൾഡ് ആയിട്ടുള്ള സിവിലൈസേഷനാണ്. അവരുടെ വാല്യൂസ് എന്തൊക്കെയാണ്, അവർ ഒരു യുദ്ധങ്ങളൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിനൊക്കെ മറികടന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വേൾഡ് ഓർഡറിൽ ഇങ്ങനെയൊരു കാര്യങ്ങളൊക്കെ വേണ്ടത് എന്നുള്ള രീതിയിൽ ഇറാൻ്റെ ഒരു അംബാസഡർ പറഞ്ഞിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്തത് നമ്മുടെ EIA സ്റ്റഡി, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിൻ്റെ ഒരു ഏരിയയിൽ EIA സ്റ്റഡി നടത്തുന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ പിന്നെ പറഞ്ഞത് നമ്മുടെ ആധാറിനെ നമ്മുടെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ആയിട്ട് ബീഹാറിൽ ഉപയോഗിക്കാനായിട്ട് പറ്റുമെന്ന് നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞു. പക്ഷെ അതൊരിക്കലും സിറ്റിസൺഷിപ്പ് ആയിട്ടല്ല ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മുടെ റെഡ് സീ കേബിൾ കട്ടായി, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ ലാസ്റ്റ് നമ്മൾ പ്രിലിംസിനെ കുറിച്ചുള്ള 2 ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രിലിംസിൽ നമ്മുടെ ട്യൂമർ ഇതിനെ കൊണ്ടുവന്നിട്ടുള്ള നമ്മളൊരു വാക്സിനെ കുറിച്ചും ദെൻ നമ്മുടെ ജെയിംസ് വെബ് ടെലസ്കോപ്പ് എടുത്ത ഒരു പിക്ചറാണ് നമ്മൾ കാണിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ന്യൂസൊക്കെ കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട് എന്നൊക്കെ വിചാരിക്കുന്നു. ദെൻ നമുക്ക് നെക്സ്റ്റ് സെഷൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.